രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്ന് 8ാമത്തെ ദശകമാണ്, 7ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ സാക്ഷാൽ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്നോട് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതോടൊപ്പം തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളവയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്, ശ്രീബുദ്ധൻ്റെ കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ കാണുക. അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഉണ്ട്. അപ്പോൾ അത് കൃഷ്ണപ്രിയയാണ് പാടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാനി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്ന് നാരായണീയം 8-ാം ദശകം 7-ാമത്തെ ശ്ലോകം പാടിത്തരുന്നത് കൃഷ്ണപ്രിയ. രാധികാ കവചവും അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമവും എല്ലാം പാടിയിടുന്ന രാധേ രാധേ ചാനലിന് വളരെ വേണ്ടപ്പെട്ട അതിമധുരമായിട്ടും ആത്മാർത്ഥമായിട്ടും പാടുന്ന കൃഷ്ണപ്രിയ. ആ കൃഷ്ണപ്രിയ അതീവ സുന്ദരമായി ഹൃദയത്തിൽ തട്ടി കൃഷ്ണഭക്തിയിൽ ലയിച്ച് രാധേ രാധേ ചാനലിന്റെ അഭിമാനമായ കൃഷ്ണപ്രിയ പാടുകയാണ്. കേട്ടുകൊള്ളൂ. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാംന. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തി വൃജേന തത്രാഖില ജീവധാംന. അർത്ഥം എഴുതിക്കോ. കാലാഖ്യശക്തിയും കാലം എന്ന് പേരുള്ള ശക്തിയോട്, കാലം എന്ന് പേരുള്ള ശക്തിയോട് പ്രബോധയേത്യാദിശതു, പ്രബോധയേത്യാദിശതു ഉണർത്തണമെന്ന്, കിലാദൗ, കിലാദൗ ആദിയിൽ പറഞ്ഞു പോലും, ആദിയിൽ പറഞ്ഞു പോലും, ത്വയി അങ്ങയിൽ, പ്രസുപ്തം ലയിച്ചിരുന്ന, പരിസുപ്ത ശക്തി, പരിസുപ്ത ശക്തി വൃജേന ശക്തി സമൂഹങ്ങളോടുകൂടി, പരിസുപ്ത ശക്തി വൃജേന അർത്ഥം ശക്തി സമൂഹങ്ങളോടുകൂടി, തത്ര അപ്പോൾ, അഖില ജീവധാംന സകല ജീവജാലങ്ങൾക്കും ആശ്രയമായ അവിടുന്ന്. അതാണ് അർത്ഥം. അഖില ജീവധാംന അർത്ഥം സകല ജീവജാലങ്ങൾക്കും ആശ്രയമായ അവിടുന്ന്. ഇതൊരു കൊച്ചു ശ്ലോകമാണ്. അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഉണർത്തണമെന്ന് കാലശക്തിയോട് നിർദ്ദേശിച്ചിട്ട് തന്നിൽ തന്നെ ലയിച്ചുറങ്ങുന്ന ജീവസമൂഹത്തോടു കൂടി എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയസ്ഥാനമായ ഭഗവാൻ ഉറങ്ങി അത്രേ. നമുക്കറിയാം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം തീരുമ്പോൾ ഈ ലോകം അവസാനിക്കുകയാണ്. ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം തീർന്നു കഴിയുമ്പോൾ ഈ ഭൂമി, ഈ പ്രപഞ്ചം മുഴുവൻ, ഭൂമി എന്നല്ല 14 ലോകങ്ങളിലും ഏത് വ്യാപിക്കുന്നു? പ്രളയം വ്യാപിക്കുന്നു. അപ്പോൾ 14 ലോകങ്ങളിലുമുള്ള സർവജീവജാലങ്ങളും, മനുഷ്യനും ദേവന്മാരും പക്ഷിമൃഗാദികളും എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വന്ന് ലയിക്കുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ ആ പള്ളി ഉറങ്ങുന്ന സമയത്ത് കാലം എന്ന ശക്തിയോട് പറയും, എന്നെ ഇത്ര നാള് കഴിയുമ്പോൾ പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പ്രളയത്തിൽ ആദിശേഷനിൽ ശിരസ് വെച്ച്, ആദിശേഷന്റെ ഭണത്തിൽ ശിരസ് വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇനി നമുക്ക് 1-ാമത്തെ വരിയിലേക്ക് വരാം. എന്താണ്? കാലാഖ്യശക്തിം പ്രളയാവസാനേ, കാലമെന്ന പേരുള്ള ശക്തിയോട്, അതാണ് കാലാഖ്യശക്തിം പ്രളയാവസാനേ. എന്താ കാര്യമെന്നറിയാമോ? പ്രളയത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ഉറക്കം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രളയത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ഉറക്കം ആരംഭിക്കുന്നു. പ്രളയകാലത്ത് സകലരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരാളുണ്ട്. പ്രളയകാലത്ത് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആ ആളിൻ്റെ പേര് കാലം എന്നാണ്. ഭഗവാനും ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഉറങ്ങുമ്പോൾ കാലം ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും മരിക്കുമ്പോൾ മരിക്കാതെ ശേഷിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? കാലം എന്ന് പറയുന്നത്. ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിൽ കാണുന്ന സമയമോ കലണ്ടറോ അല്ല. ആ കാലം വെറും കള്ളമാണ്.
എന്തുകൊണ്ട്? പല സ്ഥലത്തും പല സമയമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പം 10 മണിയാണെങ്കിൽ ദുബായിലെ സമയം വേറെയാണ്, അയർലൻഡിലെ സമയം വേറെയാണ്, അമേരിക്കയിൽ ഇപ്പൊ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ്. അപ്പൊ സത്യം ഒന്നല്ലേ ഉള്ളൂ, സത്യം എങ്ങനെ പലത് വരുന്നത്? അതുകൊണ്ട് നമ്മുടെ കലണ്ടറും നമ്മുടെ കാലനിർണയവും എല്ലാം തെറ്റാണെന്ന് ആദ്യം നിങ്ങൾ അറിയുക. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ഉത്തരേന്ത്യയിൽ ഒരു ദിവസം, ദക്ഷിണേന്ത്യയിൽ ഒരു ദിവസം. ഇതെങ്ങനെ ഭഗവാൻ 2 വട്ടം ജനിക്കുമോ? അപ്പൊ നമ്മൾ കുറെ കണക്കൊക്കെ പറയും, ഇന്ന തിഥി പ്രകാരം അത് ഏത് തിഥിയോ എന്തോ ആകട്ടെ, സത്യം ഒന്നല്ലേ ഉള്ളൂ. സത്യം ഒരിക്കലും 2 വരുത്തില്ല. അപ്പൊ നോർത്ത് ഇന്ത്യന് വേറൊരെണ്ണം, നമുക്ക് വേറൊരെണ്ണം. അപ്പൊ ഇവിടെ പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം പോലും അവിടെ ഒരാൾ ഒരു ദിവസം, ഇവിടെ വരുമ്പോൾ മറ്റൊരു ദിവസം. അപ്പൊ ഈ കാലമല്ല പറഞ്ഞിരിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും, മനുഷ്യനും ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും ഇവരെയൊക്കെ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക്, വാർദ്ധക്യത്തിൽ നിന്ന് മരണത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ഒരു ഒഴുക്കുണ്ട്, ഒരു ശക്തിയുണ്ട്. അതിനെയാണ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് കാലം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും ബാല്യം, യൗവനം, പിന്നെ വാർദ്ധക്യം, മരണം എന്നിവയിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ആ ഒഴുക്ക്, ആ ശക്തി, അതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? കാലം എന്ന പേര് വിളിക്കുന്നത്. ഈ കാലത്തിനോട് ഭഗവാൻ പറഞ്ഞു, പ്രളയം അവസാനിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്തണം, അല്ലയോ കാലമേ, അത് നിന്റെ ചുമതലയാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് 2ാമത്തെ വരി? പ്രബോധയേത്യാദി ശതാഖിലാധൗ. പ്രബോധയേത്യാദി ശത, ഉണർത്തണമെന്ന്, കിലാധൗ, ആദിയിൽ പറഞ്ഞു പോലും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ ഉണർത്തണം, അത്രയും അറിയാം. എപ്പോൾ ഉണർത്തണം? ആദി. എന്താണ് ഈ ആദി? ആദി എന്ന് പറയുന്നത് ഭഗവാൻ യോഗനിദ്രയിലാകുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്തെയാണ് ആദി എന്ന് വിളിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണെങ്കിൽ നമ്മൾ രാത്രി 10 മണിക്ക് ഉറങ്ങുമെങ്കിൽ 9:59 എന്ന നിമിഷത്തെയാണ് എന്ത് പേര് വിളിക്കുന്നത്? ആദി എന്ന പേര് വിളിക്കുന്നത്. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗനിദ്രയിലാകുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമാണ് ആദി എന്ന് പറയുന്നത്. ആ ആദിയിൽ എന്ന് പറഞ്ഞാൽ യോഗനിദ്രയിലാകുന്നതിന് തൊട്ടു മുമ്പ് ഭഗവാൻ കാലം എന്ന ശക്തിയോട് പറഞ്ഞു, ദേ ഇത്ര നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രളയം അവസാനിക്കും. ആ പ്രളയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നെ നീ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് വരാം. എന്താ 3ാമത്തെ വരി? ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തി. ത്വയാ, അങ്ങയിൽ, പ്രസുപ്തം, ലയിച്ചിരുന്ന, പരിസുപ്ത ശക്തി, ശക്തി സമൂഹങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശക്തി സമൂഹങ്ങൾ, അതായത് സകല ജീവജാലങ്ങൾക്കും ജന്മം നൽകിയ ഭഗവാൻ ഉറങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ദേവന്മാരും ബാക്കിയുള്ള സകല ദേവതകളും മാലാഖമാരും മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാ ശക്തി സമൂഹങ്ങളും ഭഗവാനിൽ ലയിച്ച് അവരും നിദ്ര ആരംഭിക്കുന്നു. ഭഗവാൻ ഉറങ്ങുമ്പോൾ അതിനെ യോഗനിദ്ര എന്ന് വിളിക്കും. പ്രളയകാലത്ത് നമ്മൾ ഭഗവാനിൽ ലയിച്ചുറങ്ങുന്നതിന് മരണമെന്ന പേരും വിളിക്കുന്നു. അപ്പൊ സകല ജീവജാലങ്ങൾക്കും ജന്മം നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറങ്ങുമ്പോൾ പ്രപഞ്ചത്തിലെ സകല ശക്തികളും, സകല ശക്തി എന്ന് പറഞ്ഞാൽ ദേവന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, ദേവതകളുണ്ട്, അസുരന്മാരുണ്ട്, മാലാഖമാരുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, സകലരും ഭഗവാനിൽ ലയിച്ചങ്ങനെ ഉറങ്ങുകയാണ്. കാലം, കർമ്മം, ഗുണം ഇവയിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്.
ഓരോ കർമ്മത്തിൽ നിന്നും ഗുണത്തിൽ നിന്നും കാലത്തിൽ നിന്നും ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ കർമ്മത്തിൽ നിന്നും ഗുണത്തിൽ നിന്നും കാലത്തിൽ നിന്നും ഉണ്ടാകുന്ന സകല ജീവജാലങ്ങളും മനുഷ്യനും ദേവന്മാരും സസ്യങ്ങളും എല്ലാം സകലരും ഭഗവാനോടൊപ്പം യോഗനിദ്രയിൽ ഉറങ്ങുന്നു. പക്ഷേ കാലം മാത്രം ഉറങ്ങുന്നില്ല. അപ്പൊ കാലം ഒഴികെ ആരും ഉണർന്നിരിക്കുന്നില്ല. സർവരും ഉറങ്ങുമ്പോഴും ആരുണർന്നിരിക്കുന്നു? കാലം ഉണർന്നിരിക്കുന്നു. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. എന്താണ്? വൃജേന തത്രാഖില ജീവധാംന. വൃജ കൂട്ടം, തത്ര അപ്പോൾ, അഖില ജീവധാംന സകല ജീവജാലങ്ങൾക്കും ആശ്രയമായ അവിടുന്ന്. അതായത് ഭഗവാൻ ഉറങ്ങുമ്പോൾ 14 ലോകവും ഉറങ്ങുന്നു, കാലം മാത്രം ഉണർന്നിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഉറങ്ങുമ്പോൾ 14 ലോകവും ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ മാത്രം നശിക്കാതെ അങ്ങനെ ഉറങ്ങുന്നു. മറ്റുള്ളവരൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാലം മാത്രം ഉണർന്നിരിക്കും. വേണ്ട സമയത്ത് ഉണർത്തുക എന്ന പ്രവൃത്തി മാത്രമേ കാലത്തിന് പോലും ചെയ്യാനുള്ളൂ. ഈ ഉണർന്നിരിക്കുന്ന കാലത്തിന് വേറൊന്നും ചെയ്യാനില്ല. അതിനൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെന്താണ്? ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനെ ഉണർത്തുക. പക്ഷെ കാലത്തിന് ഇപ്പം അങ്ങനല്ല. പ്രളയത്തിന് മുമ്പ് മനുഷ്യനെ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന ഒരു ജോലി ആർക്കൊണ്ട്? കാലത്തിനുണ്ട്. പക്ഷേ ഭഗവാൻ യോഗനിദ്രയിൽ പ്രവേശിക്കുമ്പോൾ കാലവും നിശ്ചലമാണ്. വേണ്ട സമയത്ത് ഭഗവാനെ ഉണർത്തുക എന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഭഗവാനിൽ ലയിച്ച ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ഉറക്കം മാത്രമേ ഉള്ളൂ എന്നറിയുക. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. പുനർജന്മ സിദ്ധാന്തമാണ് ഭട്ടതിരിപ്പാടിന്റെ കണ്ണിലെ പുനർജന്മ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്. അതായത് എല്ലാ ജീവജാലങ്ങളും മരിക്കുന്നു എന്ന് പറയുന്നു. അതിനെ ആലങ്കാരികമായി എല്ലാ ജീവജാലങ്ങളും പ്രളയകാലത്ത് ഭഗവാനിൽ ലയിക്കുന്നു, ലയിച്ചു ഉറങ്ങുന്നു എന്ന് പറയുന്നു. അപ്പം ലയിച്ചുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കുന്നു. അപ്പം മരണം മാത്രമേ ഉള്ളൂ. പക്ഷെ അവയുടെ വ്യക്തിത്വം, അവരുടെ കർമ്മബന്ധങ്ങൾ ഒന്നും നശിക്കുന്നില്ല. ഭട്ടതിരിപ്പാട് പറയുന്ന ഇങ്ങനെയാണ്: ലോകത്തിലെ സകല ജീവജാലങ്ങളും ഭഗവാൻ ഉറങ്ങുമ്പോൾ ഉറക്കം ആരംഭിക്കുന്നു. പക്ഷെ അവർ ഉറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വ്യക്തിത്വങ്ങളൊന്നും നശിക്കുന്നില്ല, കർമ്മബന്ധങ്ങളും നശിക്കുന്നില്ല. ആ ഉറക്കം മരണമാണ്. അപ്പം മരിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ വ്യക്തിത്വങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല, കർമ്മബന്ധങ്ങളും ഇല്ലാതാകുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വ്യക്തിത്വവും നശിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ഡോക്ടർ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താണ്? ആ സമയത്തും അദ്ദേഹം ഡോക്ടറാണ്. ആ സമയത്ത് ഉറക്കത്തിൽ ചിലപ്പോൾ അദ്ദേഹം പെരുവിറക്കും, സിസ്റ്റർ ഇന്ന പേഷ്യൻറ്റിന് അത് കൊടുത്തോ, ഇന്ന ആൾക്ക് ഇത് കൊടുത്തോ എന്ന് അദ്ദേഹം ചിലപ്പം പെരുവിറുക്കും. അപ്പോൾ ഒരു ഡോക്ടർ ഉറങ്ങിക്കിടക്കുമ്പോഴും ഡോക്ടർ തന്നെയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിലേക്ക് കയറുന്നു. കാരണം ഉറങ്ങിക്കിടക്കുന്നു എന്നതുകൊണ്ട് കർമ്മബന്ധം നശിക്കുന്നില്ല. അപ്പോൾ ഒരു ഡോക്ടർ ഉറങ്ങിക്കിടക്കുമ്പോഴും അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മബന്ധം നശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഡോക്ടർ ഉറങ്ങിക്കിടക്കുമ്പോൾ സിസ്റ്ററെ ആ പേഷ്യൻറ്റിന് ആ ടാബ്ലറ്റ് കൊടുത്തോ, ഈ ഇഞ്ചക്ഷൻ എടുത്തോ, ഈ രോഗി രക്ഷപ്പെടത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഈ ഡോക്ടർ ഉണർന്നു കഴിഞ്ഞാലോ പഴയതുപോലെ പേഷ്യൻറ്റിനെ ചികിത്സിച്ചു തുടങ്ങും. ഇതുപോലെ നമ്മളും ഭഗവാനിൽ ലയിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ കർമ്മബന്ധങ്ങളും നശിക്കുന്നില്ല. പ്രളയം കഴിയുമ്പോൾ അവയെല്ലാം വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ മരിക്കുന്നു. ആ മരിക്കുന്നതിനെയാണ്
ആലങ്കാരികമായി ഭഗവാനിൽ ലയിക്കുന്നു, ഉറങ്ങുന്നു എന്ന് പറയുന്നത്. ഞാൻ മരിക്കുന്നതോടുകൂടി എന്താണ് രാധാറാണിയെക്കുറിച്ചുള്ള കഥ പറച്ചിൽ നിൽക്കുന്നു, എന്നേക്കുമായി അവസാനിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ശരീരത്ത് നിന്ന്, അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്ത് നിന്ന് പുകമഞ്ഞു പോലെ ഒരു സാധനം പുറത്തേക്ക് വരുന്നു. അതായത് യൂറോപ്പിൽ എല്ലാ ICU റൂമിലും കിർലോസ് ഫോട്ടോഗ്രാഫി, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ ഒപ്പിയെടുക്കുന്നതാണ്. അതിൻ്റെ കിർലോസ് ഫോട്ടോഗ്രാഫിയുടെ ക്യാമറകൾ വെച്ചിരുന്നു. അപ്പോൾ യൂറോപ്പിലുള്ള സകല ICUവിലും ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പുറത്ത് നിന്ന് പുകമഞ്ഞു പോലെ ഒരു സാധനം പുറത്തേക്ക് വരുന്നതാണ് അമേരിക്കയിലും ലണ്ടനിലും അയർലൻഡിലും സ്വിറ്റ്സർലൻഡിലും എല്ലാം ഒരേ കണക്കാണ്. മരിക്കുന്ന സമയത്ത് ഒരു പുകമഞ്ഞു പോലൊരു സാധനം ഇങ്ങനെ ഉയർന്നു വരുന്നു. സയൻസ് അതിനെ എക്ടോപ്ലാസം എന്ന് വിളിക്കുന്നു, നമ്മൾ അതിനെ ആത്മാവെന്ന് വിളിക്കുന്നു. ഈ എക്ടോപ്ലാസത്തിനകത്ത് ഇപ്പം ഞാൻ മരിക്കുമ്പം എൻ്റെ ശരീരത്ത് നിന്ന് പുകമഞ്ഞു പോലെ ഒരു സാധനം പുറത്തേക്ക് വരും. ആ പുകമഞ്ഞിനകത്ത് സകല രാധാറാണിയുടെ കഥകളുമുണ്ട്. ഈ ജന്മത്ത് ഞാൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, എത്ര പേരെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഞാൻ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അതിനകത്ത് ആ എക്ടോപ്ലാസത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഈ എക്ടോപ്ലാസം എന്ത് ചെയ്യുന്നു? മറ്റൊരു ശരീരത്തിലേക്ക് ചെന്ന് കയറുമ്പോഴും ഇതവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ മരിക്കുന്നു, എന്നിൽ നിന്ന് പുകമഞ്ഞുയരുന്നു, അതായത് എക്ടോപ്ലാസം എന്ന സയൻസ് നമ്മൾ ആത്മാവ്. ഈ പുകമഞ്ഞിനകത്ത് എൻ്റെ എല്ലാ അറിവുകളും ഇരിപ്പുണ്ട്. മനസ്സിലല്ലേ? ഞാൻ ഇന്നൊരു ഇംഗ്ലീഷ് അധ്യാപകനുമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പുകമഞ്ഞ് വേറെ ഒരു ശരീരത്തിൽ ചെന്ന് കയറും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു കുഞ്ഞായി ജനിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരിക്കും? ഇംഗ്ലീഷ് ആയിരിക്കും. അതേ കണക്ക് കൊച്ചിലെ തൊട്ടേ എനിക്ക് ദൈവത്തിലെ താല്പര്യങ്ങൾ ഞാൻ പ്രകടിപ്പിച്ചു തുടങ്ങും. എന്ന് മാത്രവുമല്ല, കുറച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ രാധാറാണിയുടെ ഭക്തനായി മാറും. അങ്ങനെ വീണ്ടും ഞാൻ ഒന്നുകിൽ അന്ന് യൂട്യൂബിൽ രാധാറാണിയുടെ കഥകൾ പറയുകയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും രാധാറാണിയുടെ കഥ പറഞ്ഞുകൊണ്ട് നടക്കുകയോ, കാരണം അതെൻ്റെ പുകമഞ്ഞിനകത്ത്, എൻ്റെ എക്ടോപ്ലാസത്തിനകത്ത് അതുണ്ടായിരുന്നു. അതേ കണക്ക് ഈ ജന്മം ഞാൻ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആ രൂപങ്ങളെല്ലാം എൻ്റെ എക്ടോപ്ലാസത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് എന്താ നമ്മൾ പറയേണ്ടത്? എനിക്കിപ്പോൾ നമുക്ക് വേണ്ടി പാടിത്തരുന്ന കൃഷ്ണപ്രിയയെ അറിയാം, എനിക്ക് പാട്ട് പാടിത്തരുന്ന നാരായണീയം പാടുന്ന കൃഷ്ണപ്രിയയെ അറിയാം. അതേ കണക്ക് തന്നെ നമുക്ക് കല്യാണത്തിന് അച്ഛൻ്റെ സ്ഥാനത്ത് സാറ് നിൽക്കണമെന്ന് പറഞ്ഞ് ശില്പയെ അറിയാം, ആശയെ അറിയാം. അതേ കണക്ക് തന്നെ ദുബായിൽ ഇരുന്ന് നമ്മുടെ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സുനിലിനെ എനിക്കറിയാം. ഇവരുടെ എല്ലാ രൂപങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ എക്ടോപ്ലാസത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അടുത്ത ജന്മം ഞാനൊരു സ്കൂളിൽ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അവിടെ ഈ സുനിലിൻ്റെയോ അല്ലെങ്കിൽ ഈ കൃഷ്ണപ്രിയയോ അവിടുത്തെ സ്കൂളിൽ ഒരു കൊച്ചു കുട്ടിയായി ബെഞ്ചിലിരിക്കുന്നു. കാരണം സുനിലും കൃഷ്ണപ്രിയയൊക്കെ മരിച്ചിട്ട് മറ്റൊരു ശരീരം തേടി വരികയാണ്. അപ്പൊ സുനിൽ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണപ്രിയയോ ആശയോ ശില്പയോ ഒക്കെ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ അടുപ്പം ഈ 4 പേരെടുത്തായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പം 40ഉം 50ഉം പേരുണ്ടെങ്കിലും അതിൽ 1ഓ 2ഓ പേരോട് മാത്രമല്ലേ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം? എന്തേ മറ്റുള്ളവരോട് വരാത്തത്? അത് ഈ എക്ടോപ്ലാസത്തിൽ ഇവർ കഴിഞ്ഞ ജന്മത്ത് നിങ്ങളുമായി അടുപ്പമുണ്ട്, അത് എക്ടോപ്ലാസത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഓർമ്മ നിങ്ങൾക്ക് അറിയാതെ ഉണരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്നേഹം വരുന്നത്. ഇതിനെ ഭട്ടതിരിപ്പാട് ആലങ്കാരികമായി പറയുന്നു. നമ്മൾ ഭഗവാനിൽ ലയിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ കർമ്മബന്ധം,
നമ്മൾ ഭൂമിയിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവയെല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകും. പ്രളയം കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ, അതായത് ദിലീപ് എന്ന വ്യക്തിയെ വീണ്ടും ദിലീപ് എന്ന വ്യക്തിയുടെ എക്ടോപ്ലാസത്തെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറ്റുമ്പോൾ അതിൽ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള അറിവുണ്ട്, രാധാറാണിയെ കുറിച്ചുള്ള അറിവുണ്ട്, പുരാണങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട്, അതിൽ സുനിലുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, സകലരുമുണ്ട്. അപ്പോൾ അടുത്ത ജന്മത്ത് കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ഇംഗ്ലീഷിൽ താല്പര്യം, രാധാറാണിയിൽ താല്പര്യം. ഇതാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിലൂടെ പറഞ്ഞു വെക്കുന്ന പുനർജന്മ സിദ്ധാന്തം. ഭഗവാനേ, രാധാറാണിയമ്മേ, വരും ജന്മത്തും രാധാറാണിയുടെ കഥകളിങ്ങനെ പാടി നടക്കാൻ, ഈ പ്രപഞ്ചം മുഴുവൻ പറഞ്ഞു നടക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. എനിക്കതല്ലാതെ മറ്റൊന്നും വേണ്ടേ. ഈ പ്രപഞ്ചം മുഴുവനും ശ്രീരാധേ 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 എന്ന് പറഞ്ഞ് രാധാറാണിയുടെ കഥകൾ മാത്രം പറഞ്ഞു നടക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ പൊന്നു രാധാറാണിയമ്മേ, രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.